We got a chakka. ചൈനക്കാരുടെ കത്തിയാ. ഞാൻ ചൈനക്കാരുടെ വീഡിയോയിൽ മാത്രമേ ഈ കത്തി കണ്ടിട്ടുള്ളൂ. അങ്ങനെ നമുക്കൊരു ചക്ക കിട്ടിയേ. ഇത് പഴുത്തതാ, നല്ല മധുരമുണ്ട് തോന്നുന്നു കണ്ടിട്ട്. നല്ല വരിക്കച്ചക്കയാ, നല്ല മധുരം കേട്ടോ. സൂപ്പർ, നല്ല മധുരമുണ്ടേ. കുമ്പളപ്പം ഉണ്ടാക്കിയാലോ? അതൊക്കെയല്ലേ ചക്കപ്പഴം, അടിപൊളി വരിക്ക ചക്കപ്പഴമാണേ. ഇത് കണ്ടോ കുഞ്ഞമ്മ, ഇത് അടത്തി പാത്രത്തിലോട്ട് ഇട്ട് ഇടുന്നുണ്ടേ. ഞാൻ ഒരു ചക്കപ്പഴം ഫാനാട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചക്കപ്പഴം, മാങ്ങാപ്പഴം, ഇതൊക്കെ കുഞ്ഞമ്മ അടത്തിയിട്ടിട്ട് നമുക്ക് തിന്നാം. കുമ്പളല കിട്ടി, അപ്പം ചക്കപ്പഴം കിട്ടിയല്ലോ. ഇനി കുമ്പളപ്പം കിട്ടി, അല്ല കുമ്പളയില, സോറി, കുമ്പളയില കിട്ടി. അപ്പോൾ ഇനി നമുക്ക് കുമ്പളപ്പം ഉണ്ടാക്കിയിട്ട് വരാം. ഓക്കെ, അപ്പം നമ്മളിന്ന് കുമ്പളപ്പം ഉണ്ടാക്കാൻ പോയത്. കുമ്പളല, ഈ ചക്കപ്പഴം വച്ചാണ് പിന്നെ കുമ്പളപ്പം ഉണ്ടാക്കാൻ പോകുന്നത്. ചക്കപ്പഴം, അതിൻ്റെ തേങ്ങ, അതിൻ്റെ പഞ്ചസാരയും ജീരകവും പിന്നെ എന്താണ് ഏലക്കയും പൊടിച്ചതുവേ. അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യേണ്ട, ഈ കുക്കറിലോട്ട് ചക്കപ്പഴം ഇട്ട് കൊടുത്തു. ചക്കപ്പഴം ഇട്ട് കൊടുത്ത് ഇനി നമുക്ക് ഒരു വിസിൽ വരുന്നത് വരെ ഒന്ന്, ഒരു വിസിലടിക്കുന്നത് വരെ നമുക്കിതൊന്ന് വേവിക്കണേ. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഗോതമ്പൊടി എടുത്തിരിക്കുന്നത്. നമ്മളിതിലോട്ട് ഇതെല്ലാം ഇട്ടു. നമ്മുടെ തേങ്ങ ചിരകിയത് ഇട്ടു. ഇട്ടിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിങ്ങനെ വെളുത്തിരിക്കുന്ന എന്നാണെന്നറിയാവോ? നമ്മളെ പഞ്ചസാരയാണേ. അതെ, അതുകൊണ്ടാണ്, ശർക്കര ഇല്ലാഞ്ഞത് കൊണ്ട് പഞ്ചസാര ഇട്ട്. അങ്ങനെ നമ്മൾ കുമ്പളപ്പം എല്ലാം എന്ത് ചെയ്യേണ്ട, അപ്പച്ചപ്പിനകത്ത് കയറ്റിയിരിക്കുവാണേ. ഇനി ഇതുണ്ടല്ലോ വേകട്ടെ. അപ്പം നമ്മുടെ എൻ്റെ കുമ്പളപ്പം എല്ലാം റെഡി ആയിട്ടുണ്ടേ. അപ്പോൾ ഇത് കണ്ടോ, ഒന്ന് പൊളിച്ച് കാണിക്കാമേ. ഇതിങ്ങനെ നമ്മുടെ എന്താ വേലിനെടുക്കുമ്പോൾ തന്നെ ഇങ്ങനെ ഇരിക്കും. ഇതിന് പലയിടത്തും പല പേരിലാണ് അറിയപ്പെടുന്നത്. നമ്മളിവിടെ കുമ്പളപ്പം എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്ത് ഒക്കെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഒന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.